പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, പ്രതിസന്ധിയുണ്ട്, വലിയ പ്രതിസന്ധി കർഷകർ നേരിടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം സണ്ണി പേഗരയുടെ ആണെങ്കിലും അൽജി ചേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ വാക്കുകളിൽ. പക്ഷേ അതിൻ്റെ പരിഹാരങ്ങളെ സംബന്ധിച്ചുള്ള വളരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഒരു വേ ഫോർവേഡ്? അതിനകത്തുള്ള നമ്മുടെ നിർദ്ദേശങ്ങൾ പറയാം. ഒപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളിൽ പരസ്പരം എന്തെങ്കിലും മറുപടികൾ പറയാനുണ്ടെങ്കിൽ പറയുകയും ചെയ്യാം. ഈ വന്യജീവി പ്രശ്നം മാത്രമല്ല കൃഷി മുരടിപ്പിന് കാരണമെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയോര മേഖലയിൽ ഇപ്പം പാടം നികത്തിയതിൻ്റെയൊക്കെ വേറെ ചില കാരണങ്ങളുണ്ട്. മലയോര മേഖലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷി ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതുതന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ. ഇപ്പം നിങ്ങൾ പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു കുഞ്ഞകൃഷ്ണൻ മാഷേ, ഞാൻ റബ്ബർ കർഷകനാണ്. ഇവിടുത്തെ 8.5 ലക്ഷത്തോളം റബ്ബർ കർഷകരുണ്ട്. ആ 8.5 ലക്ഷത്തോളം റബ്ബർ കർഷകരിൽ പിന്നെ ഒരു 6 ലക്ഷത്തിലധികം ആളുകൾ ചെറുകിട റബ്ബർ കർഷകരാണ്. എന്ന് പറഞ്ഞാൽ 2 ഏക്കർ 3 ഏക്കർ ഉള്ളവരാണ്. അതാണ് അതിൻ്റെ കണക്ക്. അവർ സ്വന്തമായിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഞാൻ സ്വന്തമായി റബ്ബർ ടാപ്പ് ചെയ്യുന്നയാളാണ്. അല്ലാതെ ഈ വലിയ തോട്ടമുള്ള 5-10 ഏക്കറുള്ള ആളുകളാണ് പിന്നെ തൊഴിലാളികളെ ആശ്രയിക്കുന്നത്. സ്വന്തമായി ടാപ്പ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്ന പിന്നെ 100 രൂപ 200 രൂപയുടെ അടുത്തുള്ള വില കൊണ്ട് അവന് പണിക്കൂലി വെക്കുന്നുണ്ട്. മിനിമം അവന് നിലനിന്ന് പോകാം. അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് എന്തോ ആയുസിൻ്റെ നീളം കൊണ്ടാണ്. ഞാൻ റബ്ബർ ടാപ്പ് ചെയ്ത് പിന്നെ പാലെടുക്കുന്ന ഒരു സമയത്ത് പകൽ 11 മണിക്ക്, അല്ല രാത്രിയൊന്നുമല്ല, എൻ്റെ നേരെ ഒരു വലിയ കാട്ടുപന്നി വരികയും ഞാൻ പ്രാണരക്ഷാർത്ഥം എൻ്റെ കയ്യിലിരുന്ന റബ്ബർ പാൽ അതിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്തു. അതിൻ്റെ കണ്ണിൽ റബ്ബർ പാൽ വീണതുകൊണ്ട് ഞാൻ നിന്ന റബ്ബറിൻ്റെ മറു സൈഡിൽ കൂടെ അതങ്ങനെ ആ റബ്ബറെ ഉരസി അങ്ങ് പോയതുകൊണ്ട് ഞാൻ ആയുസ് തിരിച്ച് കിട്ടിയൊരു മനുഷ്യനാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 4 ആളുകൾ മരണപ്പെട്ടു കാട്ടുപന്നി ആക്രമണത്തിൽ. ആരും രാത്രിയിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ പിന്നെ പ്ലാന്റേഷനുകൾ വെറുതെ ഇട്ടിരിക്കുക, തെളിക്കാതിട്ടിരിക്കുന്നതാണ്. അത് വൻകിട പ്ലാന്റേഷൻ തെളിക്കാതിട്ടുണ്ട്. ചെറുകിടക്കാരെല്ലാം തെളിക്കുന്നുണ്ട്. കൂലിക്കാരെ ആശ്രയിക്കേണ്ടവർക്ക് അത് പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ സമീപിക്കണം. 2, ഈ വന്യജീവികളുമായിട്ടുള്ള സഹവർത്തിത്വം ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇവിടെ പിന്നെ ആദിവാസി ഈ പറയുന്ന ഈ സഹവർത്തിത്വം ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗം ആദിവാസികളാണ്. തീർച്ചയായിട്ടും അത്. പക്ഷേ വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ 80% ആദിവാസികളാണ്. നിങ്ങളത് അവിടെ എന്താണ് ഈ സംഗതി? ഈ പറയുന്ന സഹവർത്തിത്വ തിയറിയിൽ എന്തോ ഒരു ചേരായികയുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്ന സംഗതി, ഈ മരണങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, ചില മരണങ്ങൾ കഞ്ചാവ് അടിച്ച് പോയതുകൊണ്ടാണ്, കള്ളടിച്ചതിന് ശേഷം അതിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടതാണ്, മൊബൈൽ നോക്കിക്കൊണ്ട് പോയി, ശരിയായിരിക്കും. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച് ഇതിൻ്റെ പിന്നെ ഗൗരവം കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. അതൊക്കെ നമ്മൾ അങ്ങനെ ഓരോ രംഗത്തും ഇതുമായി ബന്ധപ്പെട്ട ഓരോ തലങ്ങളും പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി ഇത്തരം വാദഗതികൾ ഉന്നയിക്കുന്നത് അതൊന്നും ഈ പ്രശ്നപരിഹാരത്തിന് സഹായകരമല്ല. ഞാൻ വളരെ ഖണ്ഡിതമായി പറയാം. മറ്റൊരു കാര്യം പറഞ്ഞു, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യം പറഞ്ഞു. ശരിയാണ്, കാലാവസ്ഥാ വ്യതിയാനം ഒരുപാട് തലങ്ങളിൽ ഇതുണ്ട്. വന്യജീവികളുടെ സ്വഭാവത്തിലുണ്ട്, മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ട്, സമ്പദ് വ്യവസ്ഥയെ സ്വാധീനം ചെലുത്താൻ പോവാണ്, ലോകത്ത് പിന്നെ പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥയുടെ മാറ്റം മൂലമുള്ള പ്രതികൂലാവസ്ഥ മൂലം പിന്നെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ചില കൂട്ടപലായനങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ചില മേഖലകളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വന്യജീവി ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരം, ഈ കാലാവസ്ഥാ മാറ്റത്തിന് പരിഹാരം ഉണ്ടായതിന് ശേഷം മതിയോ? കാലാവസ്ഥാ മാറ്റത്തിന് എന്നാ കാരണം? കൃഷിക്കാരൻ്റെ ആണോ കാരണം? വ്യാവസായിക നാഗരികതയുടെ ഉപോൽപ്പന്നമാണ് കാലാവസ്ഥാ മാറ്റം, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഈ വ്യാവസായിക നാഗരികത മാറി ഗ്രാമാധിഷ്ഠിത കാർഷിക നാഗരികത വീണ്ടും തിരിച്ചു വന്നതിന് ശേഷമേ പിന്നെ ഇത് പ്രശ്നത്തിനൊക്കെ പരിഹാരമുള്ളൂ. മറ്റെല്ലാ ജനവിഭാഗങ്ങളുടെ കാര്യത്തിലും അവർ അനുഭവിക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ ആ പ്രശ്ന മുഹൂർത്തങ്ങളിൽ തന്നെ വളരെ സജീവമായ ഇടപെടലുകൾ ഭരണവ്യവസ്ഥയിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ അത്തരത്തിലുള്ളൊരു അർജൻസി ഉണ്ടാവുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, പാമ്പുകടിയുടെ കാര്യം പറഞ്ഞു. ഈ പാമ്പുകടിയുടെ എണ്ണത്തെ വന്യജീവി ആക്രമണങ്ങളുടെ പരിധിപ്പെടുത്തുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പാമ്പ് കടികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇടപെടലുകൾ മൂലം വരുത്തിയിട്ടുള്ള കുറവ് നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു, സംശയമില്ല. ആ കുറവ് ചൂണ്ടിക്കാണിച്ച് ഇതാ ഞങ്ങൾ ഇടപെട്ട് വന്യജീവി മരണത്തിൽ കുറവ് വരുത്തിയെന്ന് വ്യാഖ്യാനിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മൾ. ആനത്താരയുടെ കാര്യം പറഞ്ഞു. 1992 എനിക്ക് തോന്നുന്നു
8 പദ്ധതികൾ വനം വകുപ്പ് തന്നെ സജസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആനത്താരകൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ ഇന്ന് എവിടെ എത്തി? ഏതെങ്കിലും ഒരിടത്ത് സ്ഥലമെടുപ്പ് പോലും പൂർത്തിയാക്കിയിട്ടുണ്ടോ? സ്ഥലം ചുമ്മാ കൊടുക്കണമെന്നായിരിക്കും ചിലപ്പം വിചാരിക്കുന്നത്. 2013 ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കൂ, ഏത് ആനത്താരെയും പുനഃസ്ഥാപിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള യാഥാർത്ഥ്യബോധം വേണം. മലയോരത്തെ മനുഷ്യൻ വെറുതെ സ്ഥലം വിട്ടു കൊടുക്കണം, ആനത്താര പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന മനുഷ്യർ എവിടെ പോകും? ആലോചിക്കേണ്ട ഇത്. വേറൊരു വിഷയം പറഞ്ഞത് വനം വകുപ്പിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ജീവനക്കാരെ ആക്രമിക്കുന്നു. ശരിയാണ്, ചിലടത്ത് പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കി ജീവനക്കാരെ ആക്രമിക്കും. ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു പ്രശ്നത്തിൽ അതിൻ്റെ പ്രശ്നത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ, പ്രശ്നത്തിനും പ്രശ്നപരിഹാരത്തിനും ഉത്തരവാദിത്തപ്പെട്ടവരായി ജനങ്ങൾ കാണുന്ന സംവിധാനം പരാജയപ്പെടുമ്പോൾ ആ സംവിധാനത്തിൻ്റെ പ്രതിനിധിയായി മുന്നിൽ വരുന്നവർക്ക് നേരെ ജനങ്ങൾ പ്രതികരിക്കും. അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം, ആ അർത്ഥത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് വെറും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്കെതിരെ മാത്രം പല നമ്മളിപ്പോൾ അടുത്ത് കണ്ടതല്ലേ, ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലുമൊക്കെ ഭരണകൂടത്തെ തന്നെ ആളുകൾ തല്ലി ഓടിക്കുന്നത്. അടുത്ത ഇലക്ഷൻ വരട്ടെ എന്ന് അവർ കാത്തു നിന്നില്ല. ഒരു സിസ്റ്റം പരാജയപ്പെടുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൻ്റെ ഇരയാക്കപ്പെടുന്ന ജനങ്ങൾ തീവ്രമായി പ്രതികരിക്കും. ആ സാഹചര്യം ഒഴിവാക്കാതിരിക്കാൻ സിസ്റ്റം ശ്രദ്ധിക്കണം. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കണക്കുകൾ ഇപ്പോൾ ആളുകൾ വനത്തിലേക്ക് കയറുന്നതിനെക്കുറിച്ച് പറഞ്ഞു. കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 2000 ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടക്കാം, 2021 22 വനം വകുപ്പിൻ്റെ 60 ഇക്കോ ടൂറിസം എന്ന കേന്ദ്രങ്ങളിൽ നിന്ന് 2021 17,60,670 പേരെ പാസ് കൊടുത്ത് കയറ്റിവിട്ടിട്ടുണ്ട് വനത്തിലേക്ക്. 2022 36,24,872 പേരെ കയറ്റിവിട്ടിട്ടുണ്ട്. ഒറ്റ വർഷം കൊണ്ട് 105% വർധന ഉണ്ടായിരുന്നു. ആരാണ് ഈ വനത്തിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത്? ആരാണ് ഈ വനത്തിലേക്ക് പോകുന്നത്? വനം കാണാൻ ഞങ്ങളുടെ മലയോരത്തെത്തുന്നത് മലയോരത്തുള്ളവരല്ല. ഞങ്ങൾ മലയോരത്തുനിന്ന് ഒരു വിനോദത്തിന് പോകുന്നത് തീരപ്രദേശങ്ങളിലേക്കാണ്. മലയോരത്തുള്ളവരെ സംബന്ധിച്ച് അതാണ് ആകർഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കേരളത്തിൻ്റെ മറ്റു മേഖലയിലുള്ള ആളുകളാണ് അങ്ങോട്ട് വരുന്നത്. അവരെ കയറ്റിവിടാൻ വേണ്ടി വനം വകുപ്പ് തന്നെ ഇതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതല്ല, അവരുടെ കണക്കാണല്ലോ ഇത്. ഇതെന്തുകൊണ്ട് വനം വകുപ്പിന് നിയന്ത്രിച്ചുകൂടാ? ഈ കോമ്പൻസേഷൻ്റെ കാര്യം പറഞ്ഞു, കുഞ്ഞുകൃഷ്ണ മാഷ് പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുന്നു. മരണമുണ്ടായാൽ MACT മാതൃകയിൽ, മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിൻ്റെ മാതൃകയിൽ തന്നെയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അങ്ങനെ ആയാൽ സർക്കാർ സർവീസിലെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ അയാൾ കൊല്ലപ്പെട്ടാൽ, വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ വ്യവസ്ഥയനുസരിച്ച് 87,36,000 രൂപ കിട്ടും. ഒരു കൃഷിക്കാരൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അത് പരിഗണിച്ചുകൂടാ? ഇത് ജീവൻ്റെ പ്രശ്നം. കാർഷിക നഷ്ടത്തിൻ്റെ നഷ്ടപരിഹാരം പൊതുസമൂഹത്തിന് എത്ര അറിയാം? 1 കിലോ തേങ്ങ ഇപ്പം വില 70 രൂപയാണ്. 70 മുതൽ മുകളിലോട്ടാണ്. എന്ന് വെച്ചാൽ ഒരു തേങ്ങയ്ക്ക് ഏറെക്കുറെ 35 രൂപ വരും. കുരങ്ങ് കയറി ഒരു കരിക്ക് നഷ്ടപ്പെട്ടാൽ കിട്ടുന്ന നഷ്ടപരിഹാരം എന്ന് നിങ്ങൾക്കറിയോ? 4 രൂപ 50 പൈസ. കായ്ഫലമുള്ളൊരു തെങ്ങ് ആന ചവിട്ടി മറിച്ചാൽ എത്ര കിട്ടുന്നതെന്ന് അറിയോ? 770 രൂപ. ഇത് കർഷകനെ പരിഹസിക്കാനുള്ള എന്തിനാണ്? ഞങ്ങളിതിനെ വിളിക്കുന്നത് നഷ്ടപരിഹാസ പദ്ധതി എന്നാണ്, നഷ്ടപരിഹാര പദ്ധതിയല്ല. ഇനി പ്രശ്നപരിഹാരത്തിലേക്ക് വരാം. പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ പറഞ്ഞല്ലോ, വനത്തിൻ്റെ 1/3 വനമല്ലാതായി തീർന്നു എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വന്യജീവികളുടെ പെരുപ്പം സന്തുലിതമാണോ അസന്തുലിതമാണോ എന്നതിനെ സംബന്ധിച്ച് വനം വകുപ്പിന് പഠനമില്ലാത്തത് തന്നെയാണ്. ഇതിന് പരിഹാരം ഉണ്ടാകണം. ഇതിന് പരിഹാരം നാളെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല, സംശയമില്ല. ദീർഘകാല പദ്ധതികളൂടെ വേണം. കോടാനുകോടി രൂപയുടെ തേക്ക്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വർഷം 300 കോടി രൂപയുടെ തേക്ക് മുറിച്ച് അത് പൊതുഖജനാവിലേക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെന്തുകൊണ്ട്? അത് 1-2 അല്ല, 1500-ലധികം സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ ഈ ഏകവിളത്തോട്ടങ്ങൾ 10 കൊല്ലം കൊണ്ടാണ് 10 കൊല്ലം കൊണ്ട്, 15 കൊല്ലം കൊണ്ടാണ് 15 കൊല്ലം കൊണ്ട് ഇന്ന ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഇതിന് മുറിച്ചു മാറ്റും. അങ്ങനെയൊരു സമയബന്ധിത പദ്ധതി എന്തേ വനം വകുപ്പ് പ്രഖ്യാപിക്കാത്തത്? ശരിയാണ്, 2022 യൂക്കാലി വെക്കുന്നത് നിർത്തി. നിലവിലുള്ള മുറിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ അത് പറയാം. തേക്കിനെ കുറിച്ച് വരെ കമാന്നും വേണ്ടിയിട്ടില്ല. ശരിയാണ്, ഇത് രാഷ്ട്രീയ തീരുമാനം എടുക്കണം. അപ്പോൾ ഇത് മുറിച്ചു മാറ്റുകയും നിങ്ങൾ തന്നെ നടപ്പിലാക്കിയ, വനം വകുപ്പ് തന്നെ നടപ്പിലാക്കിയ ഒരു മാതൃകയുണ്ട്. എരുമേലി റേഞ്ചിലെ
കോരിത്തോടിനടുത്തുള്ള ഒരു ഉഴപ്പക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് 92-ലാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ 22 ഹെക്ടർ സ്ഥലത്ത് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് വന്യജീവികൾക്ക് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് 60% വിജയിച്ചെന്നാണ് വനംവകുപ്പിലെ ഒരു ജീവനക്കാരൻ, റിട്ടയർ ചെയ്തൊരു ജീവനക്കാരൻ എനിക്ക് കിട്ടിയ വിവരമാണ്. അത് ഫലങ്ങൾ അതിലുണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ജീവി പുറത്തേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ 1500 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ നിങ്ങൾ 10 കൊല്ലം കൊണ്ടോ 15 കൊല്ലം കൊണ്ടോ ആവട്ടെ ഈ ഒരു നിലയിലുള്ള ഒരു പുനഃസ്ഥാപനം, സ്വാഭാവിക വനത്തിൻ്റെ പലവൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സ്വാഭാവിക വനത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്തുകൊണ്ട് രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് വെക്കുന്നില്ല? ഇതല്ലേ ഈ അടിസ്ഥാന പ്രശ്നത്തിനുള്ള പരിഹാരം. പുൽമേടുകളുടെ നാശമുണ്ട്. ഇപ്പോൾ ഗോത്രഭേരി പരിപാടി വെച്ചു, ഞാനതിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ ആ ഗോത്രഭേരിയിൽ ആദിവാസികൾ പറഞ്ഞല്ലോ, വാർഷികമായി നിയന്ത്രിത തീയിടാതിരിക്കുന്നതാണ് ഇത് ഈ പുൽമേട് നിശ്ചയത്തിൻ്റെ കാരണമെന്നും. അത് നിങ്ങൾ ഒരു ആത്മാർത്ഥതയോടെ അത് നടപ്പിലാക്കിയാൽ 5 കൊല്ലം കൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട പുൽമേടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റും. രണ്ടാമത്തെ സംഗതിയാണ് ഈ പറയുന്ന ദീർഘകാല പദ്ധതി ഫലം കാണണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദശകം എടുക്കും, 20 വർഷമെങ്കിലും എടുക്കും ഫലം കണ്ടു തുടങ്ങാൻ. ആ 20 വർഷത്തിനിടയിലും വന്യജീവികൾ പെരുകിക്കൊണ്ടിരിക്കും, സംശയമൊന്നും വേണ്ട. ഇപ്പം മലനാട്ടിലാണ് ഈ കുരുതിക്കളമെങ്കിൽ ഇടനാട്ടിലേക്ക് അത് വരും. അപ്പോൾ എന്താ വേണ്ടേ? അപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും നിയന്ത്രിത കള്ളിങ് ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. ചില ഇനങ്ങളെ ശരിയാണ് 72-ലെ വന്യജീവി സംരക്ഷണ നിയമം പിന്നെ അതിൻ്റെ തടസ്സമുണ്ട്, അത് മാറ്റണം. 53 കൊല്ലം മുന്നുള്ള നിയമം പിന്നെ ആവശ്യാനുസരണം മാറ്റണം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ അത് തന്നെയാണ് വെക്കുന്നത്. അതിനിപ്പം സമരം ചെയ്യാൻ പോവുക ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകളെയും കൂടെ കൂട്ടി. അത് വേണം. ചില ഇനങ്ങളെ പിടികൂടി ട്രാൻസ്ലൊക്കേഷൻ്റെ സാധ്യത പരിഗണിക്കണം. റീഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കണം. ചിലവയെ പിടിച്ചുകൂട്ടി വന്ധ്യംകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പരിഗണിക്കണം. അങ്ങനെ ഇതൊരു വശത്ത് ചെയ്യുക. പിന്നെ ഈ പറയുന്ന അതിർത്തികളിൽ പഴുതടച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ എവിടെയാലും 2 കിലോമീറ്റർ പിന്നെ സോളാർ ഫെൻസിങ് നടത്തിയിട്ട് അതിൻ്റെ മെയിൻ്റനൻസും ഇല്ലാതെ പോയാൽ എന്ത് പ്രയോജനം? പണം ചിലവഴിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ. ആനമതിലും കിടങ്ങും കുഴിച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ എന്ത് പ്രയോജനം? പൊതുവെ രാവിലെ കാശ് പാഴായി അത് നടപ്പിലാക്കിയ കരാറുകാരന് ഗുണം കിട്ടി എന്നതിനപ്പുറത്ത്. അപ്പോൾ അങ്ങനെ യുക്തിസഹമായ ആത്മാർത്ഥമായ ശ്രമം അടിയന്തരമായി ഈ കാര്യങ്ങൾ ഉണ്ടാവണം. മൂന്നാമതാണ് കോമ്പൻസേഷൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ആയപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയിൽ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, പണ്ട് പോലെ ഉള്ളതുപോലെ ഉണ്ടായിരുന്നിരിക്കും. അവിടെ മാന്യമായ കോമ്പൻസേഷൻ നൽകണം. ജീവൻ നഷ്ടപ്പെടുന്നവന്, പരിക്കേൽക്കുന്നവന്, വളർത്തുമൃഗം നഷ്ടപ്പെടുന്നവന്, കാർഷിക വിള നഷ്ടപ്പെടുന്നവന് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. കാർഷിക വിളകൾക്ക് അവയുടെ ഉൽപ്പാദന ചെലവും കമ്പോള വിലയും കൂടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊടുക്കണം. ഇപ്പം ഈ എല്ലാ വകുപ്പുകളും ചേർന്ന് വേണമെന്ന് പറയുന്നു. ആരാ? ജനങ്ങളാണോ എല്ലാ വകുപ്പുകളും കൂട്ടിച്ചേർക്കുന്നത്? ആണോ? വോട്ട് ചെയ്യുക എന്ന ധർമ്മത്തിനപ്പുറത്ത് ഭരണ വ്യവഹാരങ്ങളിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. നിങ്ങളുടെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിക്കണമെന്ന് അത് ഞങ്ങളുടെ പണിയല്ല, ഞങ്ങളുടെ തലവേദനയല്ല. അങ്ങനെ പറയരുത്, ഞങ്ങളോട് പറയരുത്. അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിനകത്തുള്ള അടിസ്ഥാന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വനം വകുപ്പിനെയും ഞാൻ കുറ്റപ്പെടുത്തുക തന്നെയാണ്. വനം വകുപ്പിനെ പറയുന്നത് എന്തുകൊണ്ടാണ്? വനം വകുപ്പാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്തുകൊണ്ടാണ് പറയുന്നത്? മറ്റു വകുപ്പുകൾ പിന്നെ ഇതിനകത്ത് ചേരണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? വനം വകുപ്പിനെയും ഈ പ്രശ്നത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയ കാലങ്ങളിൽ ഞങ്ങളുടെ നയങ്ങളിൽ ചില വീഴ്ചകൾ പറ്റി എന്ന ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഒരു വകുപ്പാണ് തങ്ങൾക്ക് പോയ കാലത്ത് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി എന്ന് സമ്മതിച്ചുകൊണ്ട് ആ നയങ്ങൾ ഞങ്ങൾ തിരുത്താൻ പോകുന്നു. ഞങ്ങൾ ഇന്ന രീതിയിൽ അടിസ്ഥാന കാരണം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല പദ്ധതികൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള വിനയം കാണിക്കണം. വനം വകുപ്പിന് എന്തുകൊണ്ടോ ആ വിനയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വനം വകുപ്പ് വിമർശിക്കപ്പെടുമ്പോൾ അസ്വസ്ഥമാകുന്നു. നിങ്ങൾ കുറേ കാലമായി പൊതുജനങ്ങളുടെ ദൃഷ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വകുപ്പല്ല. ഇപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ നിങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ വിമർശനത്തിന് അതീതമായൊരു വിശുദ്ധ പശുവായിട്ട് ചിന്തിക്കരുത്, സ്വയം കാണരുത്. ഞങ്ങളും ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു ഭരണ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിമർശനങ്ങളെ ആ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യപരമായ വിനയം കാണിക്കുകയാണ് വേണ്ടത്. ആ ഒരു നിലയ്ക്കാണ് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ തെറ്റുകൾ തിരുത്തുക, ഇതെനിക്കും പറയാം. ഒന്ന്, നമ്മളുടെ കാലാനുസൃതമായ ഇതിൻ്റെ കോമ്പൻസേഷൻ കൃത്യമായും ഒന്ന് എൻഹാൻസ് ചെയ്യേണ്ടതിൻ്റെ സമയം കടന്നിരിക്കുന്നു. 2015 കോമ്പൻസേഷനാണിപ്പോൾ നമ്മുടെ വനം വകുപ്പിൻ്റെ അധികാര പരിധിയിലുള്ളത്. പക്ഷേ അത് കൃഷി വകുപ്പുമായിട്ട് ഒരു ക്രോപ്പ് അത് വളർത്താൻ ആവശ്യമായ അവരുടെ പ്രയത്നവും അതിൽ നിന്ന് അതിൻ്റെ മുഴുവൻ കാലവും അത് നിലനിൽക്കുമായിരുന്നെങ്കിൽ ഉണ്ടാകാമായിരുന്ന അതിൽ നിന്ന് ലഭ്യമാകാമായിരുന്ന
അതിൻ്റെ ലാഭവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൃഷി വകുപ്പുമായിട്ട് ചേർന്ന്, കൃഷി വകുപ്പിനാണത് പറയാൻ കഴിയുക, കൃഷി വകുപ്പുമായിട്ട് ചേർന്ന് അതിൻ്റെ കാലാനുസൃതമായി അതൊന്ന് പരിഷ്കരിക്കേണ്ടത് ആണ് എന്നാണ് പറയാനുള്ളത്. അത് രണ്ടാമത്തെ കാര്യമാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, അതൊരു കലാമിറ്റി ഉണ്ടായതിന് ശേഷം, ഒരു നഷ്ടമുണ്ടായതിന് ശേഷം കൊടുക്കുന്നത് നഷ്ടമുണ്ടാവാതെ ഇരിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് ആദ്യം ചരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ ആദ്യത്തെ സജഷൻ. കാരണം ഇതൊരു ശാസ്ത്രീയമായി തന്നെ ഇതിനെ ഒന്ന് സമീപിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഒരു റിസർച്ചും ഇതിൻ്റെ പേരിൽ ഏതൊക്കെ മൃഗങ്ങൾക്ക് ഏതൊക്കെ വിളകളെ എങ്ങനെയൊക്കെയാണ് അത് നശിപ്പിക്കാനുള്ള സാധ്യതകൾ എന്നിങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. നമ്മളും പദ്ധതികൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്ന പദ്ധതികളായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണിതിനെ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട്, നമ്മൾ മുടക്കുന്ന പൈസ കൊണ്ട് മാക്സിമം യൂസ് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് വന്നപ്പോഴും നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും പല ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. സോളാർ പവർ ഹാങ്ങിങ് ഫെൻസിങ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അത് ഇത്രയും സക്സസ്ഫുൾ ആവുമോ, അതിൽ സക്സസ്ഫുൾ ഇതാണ്. ഇപ്പം അതുപോലെ ചില കോണുകളിൽ നിന്ന് നമ്മൾ ജനങ്ങളിൽ നിന്ന് തന്നെ കിട്ടി, അവിടെ അങ്ങനെ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ അല്ലാതെ വന്നു, അതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ കർഷകരിൽ നിന്ന് കേട്ടു. പക്ഷേ എന്നാലും നമ്മൾക്ക് പുറകോട്ട് നിൽക്കാനൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് ശരിക്കും റിസൾട്ട് കിട്ടുന്ന, ശരിക്കും അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു 100% തൃപ്തിയോടെ നമുക്ക് ലഭ്യമല്ല എങ്കിലും നമ്മളത് മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ഒരു സംശയം, നല്ലൊരു റിസർച്ച് ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് അത് തടയേണ്ടതിൻ്റെ റൂട്ട് കോസ് എന്നാണ് എന്നുള്ളത് നമ്മൾ പ്രത്യാരോപണ ഈ പെരുമഴകളിലെ നമ്മളിങ്ങനെ കുളിച്ച് നിൽക്കുമ്പം അതിലേക്കൊന്ന് കണ്ണോടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ഇതുണ്ട്. ശരിക്കും സമഗ്രമായൊരു പഠനവും ഒരു നല്ലൊരു റിസർച്ചും ഇതിനൊരു സജഷനും ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും, പൊതുജനങ്ങൾക്കും വിവിധ വകുപ്പുകൾക്കും കർഷകർക്കും എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഒരു പൊതു ബോധവൽക്കരണവും ഇതിൻ്റെ ഉള്ളിലുണ്ടായി. ഒരു പാക്കേജ് അങ്ങനെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഇതുപോലെ ഇത് നിർഭാഗ്യവശാൽ ഇതൊന്നും ഫലവത്തായില്ലെങ്കിൽ പോലും ഉണ്ടാകാവുന്ന ഒരു നഷ്ടത്തെ പരിഹരിക്കാനും അത് കർഷകന് കൊടുക്കാനുമുള്ള റേറ്റ് പരിഷ്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഉയർന്ന കോമ്പൻസേഷൻ ആദ്യം കൊടുക്കുന്നതൊക്കെ ഒരു എക്സ്ഗ്രേഷ്യ സമാശ്വാസ ധനമായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഒരു ഗൃഹനാഥൻ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ എത്ര കണക്കാക്കി കൊടുക്കാമോ അത് കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അപ്പോൾ അതിന് ഈ കാടിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പുറത്തുള്ളവർ അവരും കൂടി അതിൽ ഭാഗവാക്കാണ്. അതാ ഞാൻ പറഞ്ഞ് കാട്ടിനകത്ത് പോകുന്നവരിൽ നിന്നൊക്കെ കാശ് മേടിക്കണം എന്നുള്ളതാണ്. അതിന് സെസ് ചുമത്താൻ പറ്റും. എന്താണ് പേരിടേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടി വരും. ആ സെസ് ഒരാളും കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൻ്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ പറ്റും. പിന്നീട് സണ്ണി തന്നെ നേരിട്ട് നറേറ്റ് ചെയ്തു. പന്നി വന്നപ്പോൾ റബ്ബർ പാല് മുഖത്തൊഴിച്ചാണ് രക്ഷപ്പെട്ടതെന്നുള്ളത്. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അവകാശം പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഇത് കാട്ടിനകത്തല്ല റബ്ബർ കൃഷി, നാട്ടിൻപുറത്തായിരിക്കും, അല്ലെങ്കിൽ പട്ടയം ലാൻഡ് അവർക്ക് അധികാരമുള്ള രേഖ. അവിടെ ഈ പന്നി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വനം വകുപ്പ് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ വെടിവെക്കാനുള്ള പല പഞ്ചായത്തുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഇത്തരം പന്നികൾ വീണ്ടും പെറ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത് വനംവകുപ്പ് തന്നെ അനുവദിച്ചു കൊടുത്തതാണ്. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പലയിടത്തും പറയുന്നത് ഇതിനാളില്ല, തോക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരെല്ലാം വേട്ടക്കാരില്ല, ആര് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ നാളെ കേരള ഗവൺമെൻറ് നിയമസഭ പാസ്സാക്കിയ നിയമം മൃഗങ്ങൾ പുറത്ത് വന്ന ഉടൻ തന്നെ വെടിവെച്ചല്ല, ആനയായാലും പന്നിയായാലും കുരങ്ങായാലും ഏതിനെ വെടിവെക്കാനുള്ളത്. അപ്പോൾ അവിടെ ആര് ചെയ്യത്? അതിനാളെ കൊണ്ടുവരണ്ടേ പുറത്തുനിന്ന്? ഇപ്പോൾ പറയുന്ന സമാധാനം ഇതാണ്, നിങ്ങൾ അധികാരക്ക് തന്നിട്ടുണ്ട് ശരി തന്നെ, പക്ഷേ ആരത് ചെയ്യും? എങ്കിലും നാളെ എല്ലാത്തിനും വെടിവെക്കാനുള്ള അവകാശം കൊടുത്താൽ ജിം കോർബറ്റ് വീണ്ടും വരുമോ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ്, അല്ലെങ്കിൽ ഒരു കോർബറ്റിയൻ യുഗത്തിലേക്ക് പോകുന്നതാണോ അതിൻ്റെ ശരി? അതും ആലോചിക്കണം.
കാരണം അതാ ഞാൻ പറഞ്ഞത്, കമ്പാഷൻ വേണം. നമ്മുടെ ഭരണഘടനയുടെ എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നു. എങ്കിൽ അതിനകത്ത് തന്നെ 48A 51AG ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു കമ്പാഷനേറ്റായിട്ട് നമ്മൾ കാണണം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷമുള്ളതും കൃഷിനാശം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് വയനാട്. ഈ വയനാട് എന്ന് പറയുന്ന മേഖല വലിയൊരു കാർഷിക മേഖലയാണ്. നമ്മുടെ വലിയ തോട്ടങ്ങളാണത്, കാര്യമായിട്ട് തോട്ടങ്ങളുള്ള വയൽനാട് ആണെങ്കിലും വയലില്ല, വയൽ നെൽകൃഷി ചെയ്യുന്നില്ല, പകരം മുഴുവൻ വാഴക്കൃഷിയാണ് ഇപ്പോൾ ഉള്ളത്. വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങിയാലും പ്രശ്നം തന്നെയാണ്. അപ്പം അവിടെ 1881 തൊട്ടുള്ള കണക്കുകളുണ്ട്. ഈ പെരുപ്പം വന്യജീവി പെരുപ്പത്തെക്കുറിച്ച് പറയുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. 1881 ഇന്നത്തെ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ അതേ ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഒരു സെൻസസ് നടത്തിയിരുന്നു. അന്ന് 7900 സംതിങ് ആൾക്കാരാണ് മൊത്തത്തിൽ അവിടെ ഉള്ളതെന്നും അത് പലതും താഴെ വന്ന ലേബറേഴ്സൊക്കെ ആണെന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വയനാടിൻ്റെ അതേ വിസ്തൃതിയാണ് ഏകദേശം. ഒരുപക്ഷെ ഗൂഡല്ലൂരിൻ്റെ ഭാഗം കൂടി പെടുത്തിയാണോ അവർ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല, കാരണം അത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. രണ്ടാമത് ആ ജനം 1952 കാടിൻ്റെ കണക്ക് നമ്മൾക്കുണ്ട് കൃത്യമായിട്ട്. വയനാടിൽ ആ ഒരു ഭാഗത്തെ വനം എന്ന് പറയുന്നത് 1811 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു 1952. പിന്നീട് നമുക്കുള്ളത് 82 കണക്കാണ്. 80 വനനിയമത്തിന് ശേഷം അത്ര ഡ്രാസ്റ്റിക്കായിട്ടുള്ള വനശോഷണം നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. 82 അത് 1082 ചതുരശ്ര കിലോമീറ്ററാണ് അന്നത്തെ കണക്ക് പ്രകാരം. ഇപ്പോൾ ഒരു 800 ചതുരശ്ര കിലോമീറ്റർ വയനാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഏകദേശം വനം ഈ ഒരു കാലഘട്ടത്തിൽ. അത് നമുക്കറിയാം എങ്ങനെയൊക്കെ പോയി എന്നുള്ളത്. ജനസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞു 1881 70,000-ഓളം ആൾക്കാർ ഉള്ളതായിട്ട് അവിടെ കണക്കുണ്ട്. പിന്നീട് 51 സെൻസസ് ഉണ്ട്. 2011 കണക്ക് പ്രകാരം 8,88,000 ചെല്ലുവാൻ ആൾക്കാരാണ് വയനാട്ടിലുള്ളത്. അപ്പോൾ ഈ ജനപ്പെരുപ്പം നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. 800 ചതുരശ്ര കിലോമീറ്റർ വനം അവിടെ കുറഞ്ഞു, ജനങ്ങൾ 10 ഇരട്ടി ആയിട്ടുണ്ട്. ഇതാണ് സംഘർഷത്തിൻ്റെ. അതല്ലാതെ നമ്മൾ ഈ ജീവികളുടെ എണ്ണം കൂടി, ആനകളുടെ എണ്ണം കൂടി, മറ്റ് ജീവികളുടെ എണ്ണം കൂടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ജനങ്ങൾ കൂടിയതും വനത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞതും നമ്മൾ കണക്കാക്കുന്നേ ഇല്ല. ആരാണ് ഈ വനം മുഴുവൻ കൊണ്ടുപോയത്? അന്യഗ്രഹ ജീവികളാണ്, നമ്മൾ മനുഷ്യർ തന്നെയാണ്. അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഞാനൊന്നും പറയാം, വയനാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കാട്ടിൽ 5-6 കിലോമീറ്റർ അകത്ത് പോയി കഴിഞ്ഞാൽ വലിയ വലിയ റിസോർട്ടുകളാണ്, പഴയ തോട്ടങ്ങളാണ്, അത് മുഴുവനും റിസോർട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ബാണാസുര ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാലും അതല്ലെങ്കിൽ വൈത്തിരി ഭാഗത്തിനകത്തോട്ട് പോയി കഴിഞ്ഞാലും അതിനകത്ത് മുഴുവൻ റിസോർട്ടുകളാണ്. ഇതിനകത്ത് മുഴുവൻ DJ പാർട്ടികളാണ്, രാത്രി മുഴുവൻ ഇല്യൂമിനേറ്റഡാണ്. സത്യം പറഞ്ഞാൽ നമുക്കറിയാം പെരുമാറ്റം കൂടുതലുള്ളിടത്ത് മൃഗങ്ങൾ നിൽക്കില്ല, അത് പുറത്തോട്ട് ഇറങ്ങും. സത്യം പറഞ്ഞാൽ കൽപ്പറ്റയ്ക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ബത്തേരിക്ക് ചുറ്റുമുള്ള ജനവാസ മേഖലയാണ് ഒരല്പം ശാന്തം. മൃഗങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്, കാട്ടിനകത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതും കൂടി ഒന്ന് ആലോചിക്കണം. നമ്മളുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഈ സംഘർഷം കൂട്ടാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു കമ്പാഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വരണം. ഇറങ്ങുന്ന എല്ലാത്തിനും വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു നിയമ ഭേദഗതി അല്ല വേണ്ടത്. ഒരു ജിം കോർബറ്റ് യുഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് 72 നിയമം വേണ്ടി വന്നത്. കാരണം മൊത്തത്തിൽ തുടച്ചു നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് നിയമം ഉണ്ടാക്കിയതും ഈ കുറേ ആനിമൽസ് തിരിച്ചു വരാൻ കാരണം ഉണ്ടായതും. പിന്നീട് 1980 ഫോറസ്റ്റ് ആക്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാടുകളുടെ നാശം തടയാനായിട്ട്. അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ 60കളിലാണ് നമുക്ക് പൾപ്പ് വുഡ് ഉപയോഗിച്ചിട്ടുള്ള വ്യവസായം, ബാബൂർ ഗാളി റേൺസ്. അന്നേരം തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ യൂക്കാലിപ്റ്റസ് വെച്ചിട്ട് മുള മുഴുവൻ വെട്ടി കൊടുക്കുക, പിന്നെ യൂക്കാലിപ്റ്റസ് വെച്ചിട്ട് നാച്ചുറൽ ഫോറസ്റ്റ് വെട്ടിയാണ്. സൈലൻറ്റ് വാലിക്ക് നമ്മൾ പോകുന്ന പന്തന്തോട് മുഴുവൻ യൂക്കാലി തോട്ടങ്ങളായിരുന്നു. അതൊക്കെ വെട്ടിയിട്ട് എവർഗ്രീൻ ഫോറസ്റ്റ് വെട്ടിയിട്ട് നമ്മൾ യൂക്കാലി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത്ര കൊടുക്കണം, അതും സൗജന്യമായിട്ട്. അവസാനം അതൊക്കെ പൂട്ടിപ്പോയി. അതുപോലെ തന്നെ HNL ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റിൻ്റേത് അതിപ്പോൾ അവർ പൂട്ടിപ്പോയി, ഇപ്പോൾ നമ്മൾ സർക്കാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയും കൊടുക്കേണ്ടി വന്നത് ഈ പറയുന്ന കാട് വെട്ടി യൂക്കാലിപ്റ്റസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാത് കാലത്തെ ആവശ്യങ്ങൾ അതന്ന് ഗവൺമെൻറ് കൃഷി വകുപ്പിനോടാണ് പറഞ്ഞതെങ്കിൽ വയലൊക്കെ യൂക്കാലി തോട്ടങ്ങളായി മാറിയത്. കർണാടകത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം വനം വകുപ്പിനോട് പറഞ്ഞു നിങ്ങൾ ഇത്ര യൂക്കാലിപ്റ്റസ് നടന്ന ഇത്ര 1000 ഏക്കർ അല്ലെങ്കിൽ ഇത്ര ഹെക്ടർ വെട്ടിയിട്ട് യൂക്കാലിയാക്കണം. അവരതനുസരിച്ചു. ഈ പറയുന്ന സണ്ണി നേരത്തെ പറഞ്ഞ കണക്കുകളിൽ തോട്ടങ്ങളായി മാറിയ മേഖല ആയത് ആ തരത്തിലാണ്. പിന്നെ KFDCക്ക് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞു, അത് കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അതെല്ലാം കൂടിയുള്ള കണക്കാണ് 29%. സത്യത്തിൽ വനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കോൺടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ less than 10% ആണ്.
ചേർത്ത് ബാക്കി മുഴുവനും തോട്ടം മേഖലയും അല്ലെങ്കിൽ ശോഷിച്ചു പോയ വനങ്ങളുമാണ്. അത് തന്നെയാണ് പ്രശ്നം, അത് സംശയമില്ല. യൂക്കാലിപ്റ്റസും അതുപോലെ അക്കേഷ്യ പ്ലാന്റേഷൻസ് അതും ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് സണ്ണി നേരത്തെ ചോദിച്ചു ഉള്ളത് വെട്ടി കളഞ്ഞ് റെസ്റ്റോറേഷൻ തന്നെയാണ് പ്ലാൻ. റെസ്റ്റോർ ദി ഒറിജിനൽ ഹാബിറ്റാറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വനവകുപ്പിൻ്റെ ഇപ്പോഴത്തെ എല്ലാ മാനുവൽ പ്ലാനും അതുപോലെ തന്നെ വർക്കിംഗ് പ്ലാനും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റെസ്റ്റോറേഷൻ ആണ് വലിയൊരു ചാപ്റ്ററായിട്ട് വരുന്നത്, വലിയൊരു പ്രയോജനം. പണ്ട് നേരെ തിരിച്ചായിരുന്നു, എത്ര കാട് വെട്ടിയിട്ട് തേക്കാക്കണം എന്നുള്ളതായിരുന്നു മെയിൻ ചാപ്റ്ററെങ്കിൽ ഇന്ന് കാലാനുസൃതമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതിന് ഈ പറയുന്ന പുറത്തുനിന്നുള്ള പ്രഷറും അകത്തുനിന്ന് തന്നെയുള്ള പുനർചിന്തനവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് ഒരു സുപ്രഭാതത്തിൽ മുഴുവൻ തേക്കും തോട്ടവും കാടായിട്ട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഗ്രാജുവലായിട്ട് തന്നെയാണ്, അതിനുള്ള തരത്തിലാണ് ഇപ്പോൾ വർക്കിംഗ് പ്ലാനും കാര്യങ്ങളൊക്കെ ആകുന്നത്. അത് കുറച്ചുകൂടി ഇനി വേഗം കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഇത് വെറുതെ വന്യജീവി പ്രശ്നം മാത്രമല്ല, വാട്ടർ സ്റ്റോറേജ്, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, അത് വെള്ളം വലിച്ചെടുക്കേണ്ടത് ഈ കാടാണ്. പല അണക്കെട്ടുകളുടെയും വൃഷ്ടി പ്രദേശങ്ങളിൽ വലിയ മണ്ണൊലിപ്പോയിട്ട് ഡാം മുഴുവൻ നികന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഈ ഒരു മാറ്റം വനം വകുപ്പ് സജസ്റ്റ് ചെയ്യുകയും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. പെട്ടെന്നുള്ള ത്വരിതമായിട്ടുള്ള ഇതാണ് ഈ കിടങ്ങ് ഒഴിക്കലും അതുപോലെ തന്നെ വേലി കെട്ടലും. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് ലൈവ് വയർ ഫെൻസിങ് ആൻഡ് എലിഫൻസ് എന്ന് കൊടുത്താൽ മതി, ഒരു 100 വീഡിയോ എങ്കിലും നിങ്ങൾ കിട്ടും എങ്ങനെയാണ് ആന അതിനെ മറികടക്കുന്നതെന്നുള്ളത്. മല്ല തൊട്ട് നോക്കി കാലുകൊണ്ട് ചവിട്ടി വേറൊരു ഉണങ്ങിയ മരം കൊണ്ടുവന്ന് ഈ വേലിക്കിട്ടിട്ട് അവൻ ചെയ്യും. അപ്പം മെയിൻ്റനൻസ് ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള വലിയൊരു പ്രശ്നമാണ്. ചിലയിടത്തൊക്കെ ചില NGOs ഒക്കെ ഏറ്റെടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ ലൈവ് വയർ ഫെൻസ് നടത്തി കഴിഞ്ഞ് അത് ശാശ്വതമായിട്ട് പരിഹരിച്ചോളഞ്ഞ് നടക്കില്ല. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ആദിവാസി മേഖലയിൽ പോയപ്പോഴുണ്ട് കിടങ്ങ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ദൂരത്തിൽ, ഒരു 1/2 കിലോമീറ്റർ നീളത്തിൽ. അത് കഴിഞ്ഞ് അത് വനംവകുപ്പിൻ്റെ കാശ് തീർന്നു പോയി, ആ ബജറ്റിൽ അലോക്കേഷൻ തീർന്നു, അതുകൊണ്ട് അതിനപ്പുറം ഒഴിക്കാൻ പറ്റില്ല. ആന ഇപ്പുറത്തൂടെ വരികയാണ് കുറച്ചുകൂടി അടുത്തോടെ. പൂർണ്ണമല്ലാത്ത പല പദ്ധതികൾ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലയിടത്തൊക്കെ അത് മോശമാക്കിയിട്ടുള്ളൂ പ്രശ്നങ്ങൾ. ആന പണ്ട് പോയിരുന്ന വഴികൾ കിടങ്ങാരണം പോകാതെ വേറൊരു സ്ഥലത്തൂടെ വന്നിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പ്രശ്നമാണ്. പക്ഷേ ഇതൊക്കെ ആണ് ഇപ്പോൾ സണ്ണി പറയുന്നത് അതൊരു കാരണമായിട്ട് കർഷകനോട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബോധറേഷൻ, ഇറ്റ് ഇസ് യുവർ, അതിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. അത് നിങ്ങളാണ് പരിഹരിക്കേണ്ടത്. നിങ്ങളെ വോട്ട് ചെയ്ത് ഒരു MLA അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണം അതിൽ നിന്ന് കൂടാണ് ഭരണ സംവിധാനം ഉണ്ടാക്കുന്നത്. അതിന് തിരിച്ച് ഇങ്ങനെയാണ് കാരണം എന്ന് പറയാനല്ല, പകരം ഇതിനുള്ള പരിഹാരം കണ്ടറിഞ്ഞവർ ചെയ്യണം എന്നുള്ളത്. അത് സണ്ണി പറഞ്ഞത് വളരെ ശരിയാണ്. അത് വനം വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഇവിടെ കർഷകരെല്ലാം പറയുന്നത്, അത് ഗവൺമെൻറ് സംവിധാനം അതിനുള്ളതാണ്. ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന സന്ദർഭങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. ഈ പറയുന്ന നാട്ടിൽ ഈ കൃഷി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒന്ന് പന്നിയാണ്. നാട്ടിലിപ്പോൾ നിങ്ങൾ ദൂരെ പറഞ്ഞു, ഇവർ പറഞ്ഞത് ആറ്റിങ്ങലത്തെ പ്രശ്നമാണ്. ആറ്റിങ്ങലല്ല, കായംകുളം എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്ന കാട്ടുന്ന്, കായംകുളത്ത് താമരക്കുളത്ത് ഒരാൾ മരിച്ചില്ലേ, അവിടെ വരെ പന്നി പ്രശ്നമുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ ധാരാളം പന്നികൾ ആ ഭാഗത്തെത്തി കേൾക്കുന്നുണ്ട്. അത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയായിട്ടേ ഞാൻ പറയുള്ളൂ. പഞ്ചായത്തിൻ്റെ അനാസ്ഥ തന്നെയാണ്. ഇപ്പോൾ സണ്ണിയുടെ തന്നെ എന്താണ് റബ്ബർ പാൽ ഒഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥയല്ലേ അത്? പഞ്ചായത്തിലത് ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ? ഷൂട്ടർമാരെ കണ്ടെത്തി കൊടുക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു വകുപ്പിനെ മാത്രം പഴിചാരിക്കൊണ്ട്, അപ്പോൾ സണ്ണി പറയുന്നു ഈ വകുപ്പാണ് ഉത്തരവാദിത്തം, അതുകൊണ്ട് ഞങ്ങൾ ആ വകുപ്പിനെ പറയുന്നുള്ളത്. വകുപ്പിൻ്റെ ലിമിറ്റേഷൻസും അവരുടെ എഫേർട്ടും ഒക്കെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞാൽ 2018-19 ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് നമ്മൾ RT കൊടുത്താൽ 146 പേര്. അയ്യോ ഭയങ്കരം തന്നെയെന്ന് പറയും. പക്ഷേ അതിൽ 123 പേര് മരിച്ചിരിക്കുന്നത് പാമ്പ് കടിച്ചിട്ടാണ്. 23 പേരാണ് ഈ കൃത്യമായിട്ടുള്ള ആന, പന്നി, കടുവ അല്ലെ കാട്ടുപോത്ത് കാരണം മരിക്കുന്നത്. ആ നമ്പർ മോറോർലെസ് ഏകദേശം അതുപോലെ 20-25 ആൾക്കാരാണ് ഈ ആന, പന്നി ഒക്കെ കാരണം മരിക്കുന്നത്. ഈ പന്നി കുത്തി മരിക്കുന്നതൊക്കെ വെളിയിലാണ്, കാട്ടിനകത്തല്ല. കാട്ടിനകത്ത് വെച്ചിട്ട് പന്നി കുത്തി മരിക്കുന്നത് പുറത്താണ്. ഈ പുറത്തുള്ളതിനെ പരിഹരിക്കാനാണ് ഈ ഒരു സൗജന്യം കൊടുത്തിട്ടുള്ളത്. അത് വേണ്ടവണ്ണം ഉപയോഗിക്കുന്നില്ല. അത് വനം വകുപ്പിൻ്റെ കുറ്റമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൽ പഞ്ചായത്ത് ലെവലിൽ തീരെയാണ്, നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്, അതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറയണം. അത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു അധികാരമാണ്. ഇനി കാട്ടിനകത്ത് ഉള്ള ആന പ്രശ്നം തീർച്ചയായിട്ടും വനം വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. കടുവ വരികയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വമുണ്ട്. വയനാട്ടിലാണ് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ. അതിനാണ് ഈ പറഞ്ഞ നേരത്തെ ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാനുള്ള പരിപാടികളും. പക്ഷേ അതിൻ്റെയൊക്കെ അപര്യാപ്തതകൾ പരിഹരിക്കണം. പിന്നെ വേറൊന്ന്, RRT നമ്മൾ മുമ്പൊന്നും കേട്ടില്ല. എന്താണ് RRT? ഇന്ന് RRTകളെ വെച്ചുകൊണ്ട് ടീമുണ്ടാക്കിക്കൊണ്ട് ഈ എന്താണ് പുറത്തിറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചോടിക്കാനും അതല്ലെങ്കിൽ ഇതിൽ ഇടപെടാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ എക്യുപ്ഡ് അല്ല അത്രയൊന്നും. അത് നന്നാക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വേണം.
അത് വനംവകുപ്പ് ചെയ്യേണ്ട പണിയാണ്, അത് പുറത്തുനിന്നുള്ള ആൾക്കാർ ചെയ്യേണ്ടതല്ല. തന്നെ പറഞ്ഞ പോലെ അത് വനംവകുപ്പിനകത്ത് ഇതിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്താനും കൃത്യമായിട്ട് എക്യുപ്മെൻ്റ് എടുക്കണം, കൃത്യമായിട്ട് വണ്ടി കൊടുക്കാനും അതിൻ്റെ കൂട്ട് എങ്ങനെയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് അത് ചെയ്യണം. അത് ശക്തിപ്പെട്ട് വരും തീർച്ചയായിട്ടും. ആറാട്ട് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇനി അതിനെ ശക്തിപ്പെടുത്താനുള്ള പരിപാടികൾ വനംവകുപ്പ് ചെയ്യണം, അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതിനകത്തുനിന്നാണ് അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഏത് തരത്തിലാണെന്നുള്ളത് അതിൻ്റെ അർജൻസിയൊക്കെ ബോധ്യപ്പെടുത്തണം ഗവൺമെൻറ്റിനെ. അങ്ങനെയാണ് ചെയ്യാതെ. പിന്നീട് വലിയ പ്ലാന്റേഷൻസ് ഇപ്പോൾ ഈ വാറ്റിൽ വെച്ചു ഹയർ ഇതില്ല, അത് വെറും വന്യജീവി പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്ത് വലിയ എക്കോളജിക്കൽ പ്രശ്നമാണ്, വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഈ കരിവാറ്റിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 1980കളാണ് ഞങ്ങളൊക്കെ അന്ന് കണ്ടത്. ഞാനൊക്കെ അന്ന് 88 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ പേജിൽ തന്നെ വന്നിരുന്നു. അന്ന് എൻവീഷണർ താല്പര്യം എടുത്തു. മൂന്നാറിൽ ഇനി നിലക്കുറിഞ്ഞ് പോക്കില്ല, കംപ്ലീറ്റ് കരിവാറ്റിൽ ആസ്ട്രേലിയയിൽ നിന്നുള്ള വാറ്റിൽ വെച്ചിട്ട് അക്കേഷ്യയാണ്. അക്കേഷ്യ മിയാൻസി എന്ന് പറഞ്ഞ സ്പീഷീസാണ്. അക്കേഷ്യ ഓറിക്കുലോഫോമിസാണ്. ഈ മറ്റ് നമ്മൾ പറയുന്നത് മാഞ്ചി എന്ന് പറഞ്ഞാൽ അക്കേഷ്യ മാഞ്ചിയാണ്, അത് അക്കേഷ്യ തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മുഴുവൻ വരട്ടിക്കളയുന്ന, വെള്ളം തന്നെ ഇല്ലാതാക്കി കളയുന്ന, മുഴുവൻ ബാക്കിയുള്ള മുഴുവൻ ജീവിവർഗത്തെയും സസ്യവർഗത്തെ നശിപ്പിക്കുന്ന വാറ്റിലാണ്. അത് ഇപ്പോഴാണ് ബോധ്യം വന്ന് അവിടെ അതിനെ റീഹാബിലിറ്റ് ചെയ്യാൻ നിൽക്കുക, അത് മാറ്റിക്കൊണ്ട് എങ്ങനെ വീണ്ടും ഈ പുൽമേടുകളെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പം എന്താണ്, കാട്ടിനകത്ത് കയറുന്ന എല്ലാ ടൂറിസ്റ്റും, ഇപ്പോൾ തേക്കടി പോകുന്ന എല്ലാവരും വനത്തിനകത്ത് നിന്ന് ആനയും കടുവയും ഇറക്കി വിടുന്നില്ല. അവർ വോട്ടിംഗ് നടത്തുന്നു. 10 ലക്ഷം പേര് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചാർജ് ചെയ്യണം. ഒരു സെസ് ചാർജ് ചെയ്തിട്ട് അത് ഈ കാണുന്ന നിങ്ങൾ എൻജോയ് ചെയ്ത് ഈ മൃഗങ്ങൾ തന്നെ പുറത്തിറങ്ങിയ പ്രശ്നമാണ്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾ കൂടി ബാധ്യതയുണ്ട് എന്ന തരത്തിൽ അവൻ സെസ് പിരിക്കാം തീർച്ചയായിട്ടും. കാട്ടിനകത്തുള്ള എക്കോളിസം പദ്ധതികൾ സെസ് പിരിക്കാം. വേറെ ഏത് ആവശ്യത്തിന് ഗവേഷണത്തിനായിട്ട് ഒരുപാട് പേര് അവരുടെ അടുത്ത് നിന്ന് സെസ് പിരിക്കാം. കാരണം അവരുടെ കൂടി നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ തരത്തിലുള്ള വ്യാപനങ്ങൾ വേണം. പിന്നീട് ഈ ചില ഏർലി വാർണിംഗ് സിസ്റ്റം പോലെയൊക്കെ ഉണ്ട്. ഈ പുതിയതായിട്ട് ടെക്നോളജി ഉപയോഗിക്കണം, സാങ്കേതികത ഉപയോഗിക്കണം. അത് വാൽപ്പാറയിൽ അവർ കുറച്ച് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വന്യജീവി മനുഷ്യ സന്ദേശത്തിൽ ഈ കടുവ ആനയൊന്നുമല്ല, നാളെ വരാമെന്ന് പുള്ളിപ്പുലി എന്ന മൃഗമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നാളെ വരാൻ വന്ന് ഒന്ന് മനുഷ്യനെ അത്ര ഒരു പേടിയൊന്നുമില്ല. നമ്മളവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും വീട്ടിനകത്ത് കയറി കട്ടിനകത്ത് കിടക്കാം, ധൈര്യമുള്ളൊരു മൃഗമാണത്. എന്ന് മാത്രമല്ല, പട്ടികൾ എവിടെയുണ്ട്, തെരുവ് പട്ടികൾ കൂടുന്നതനുസരിച്ച് പുള്ളി കൂടാനാണ് സാധ്യത. പട്ടികൾ എവിടെയുണ്ടെങ്കിലും അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പിടിച്ചിരിക്കും, നാട്ടിലിറങ്ങിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടായ്മ അത് തീർച്ചയായിട്ടും സണ്ണീനെ പോലെയുള്ളവരുടെ അകത്തുനിന്ന് അവിടെ നിന്നും ഇത്തരം കാര്യങ്ങൾ വരണം. അതുകൊണ്ട് മാത്രമാണ് പിറ്റേ ദിവസം DFO പോയി 5 ലക്ഷം രൂപയെങ്കിലും കൈ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ നമുക്കറിയാം സിസ്റ്റം എന്താണെന്നുള്ളത്. 2 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാലും ഇത് വരില്ല. നേരത്തെ അവർ പറഞ്ഞതും ശരിയാണ്. കാരണം ഒറ്റയടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ വേറൊരാൾ വരും, ഞാനാണ് ഭാര്യ, ഞാനാണ് മകൻ എന്ന് പറയും. അപ്പോൾ പറയും കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തോളാം, നിങ്ങൾ കൊടുത്തില്ലേ വെരിഫൈ ചെയ്യാതെ, കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം എന്ന് പറയും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ട്. അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ഇവർക്കൊക്കെ നേരിടുന്നുണ്ടാവാം. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഫാസ്റ്റ് ആൻഡ് ചെയ്യാനുള്ളൊരു മെത്തേഡ് വേണം. പക്ഷേ കോമ്പൻസേഷൻ തീർച്ചയായിട്ടും നമ്മൾ ആ മെത്തേഡ് കണ്ടുപിടിച്ച് വെക്കൂ. അതൊന്ന് ഈ സെസ് വിരിക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കൃഷി നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന എമൗണ്ട് നേരത്തെ പറഞ്ഞു 1950 വില വെച്ചിട്ടല്ല കൊടുക്കേണ്ടത്. ഇന്നത്തെ നഷ്ടം അതിനനുസരിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ആൾ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കോടികളിലേക്ക് എത്തണം ആ കണക്ക്. അതല്ലാതെ ഈ 10 ലക്ഷം കൊടുത്ത് ഒതുക്കുന്ന പറ്റും. അത് തൽക്കാലത്തെ ഒരു കോമ്പൻസേഷനാണ്, സമ്മതിച്ചു. അത് പിറ്റേ ദിവസം തന്നെ കൊണ്ട് കൊടുക്കണം. ബാക്കിയുള്ളത് ഈ പറഞ്ഞ ട്രൈബ്യൂണലോ അതല്ലെങ്കിൽ ആരാണ് അവകാശം എന്ന് കണ്ടുപിടിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് സമയം എടുക്കുമായിരിക്കും, അത് ശ്രമിക്കാം. എന്നാലും അധികം വൈകാൻ പാടില്ല. ആ തരത്തിലുള്ള ചില പരിഹാര മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, വന്യജീവി മനുഷ്യ സംഘർഷം ശാശ്വത പരിഹാരം ചോദിക്കുന്നത്, ശാശ്വത ഇല്ല. ശാശ്വതമുള്ള പരിഹാരമല്ല, ലഘൂകരിക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്. കുഞ്ഞുമോഷ് പറഞ്ഞോണം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ശാശ്വതമായ പരിഹാരമില്ല, ലഘൂകരണം മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എന്താണ്, നാട്ടിലിറങ്ങുന്ന സകല മൃഗങ്ങളെയും നമ്മൾ കൊന്നുകളയാം. ഇനി നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന സകല മൃഗങ്ങളെ നമുക്ക് കൊല്ലാം. പ്രശ്നം തീരുമോ? മനുഷ്യരോട് ജീവിക്കാൻ പറ്റുമോ? നമ്മളെന്താ അത് മനസ്സിലാക്കാത്തത്? വനം വകുപ്പ് എന്ന് പറഞ്ഞാലേ, വനം വകുപ്പ് കാടിനെയും കാട്ടുമൃഗങ്ങളെയും സംരക്ഷിക്കാനുള്ള വകുപ്പാണ്. അതാണ് വനം വകുപ്പിൻ്റെ മാൻഡേറ്റ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എവിടെയാണ് പ്രശ്നം? ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉറുമ്പിൻ്റെ കൂട്ടിൽ ചെന്ന് കൈയിട്ടിട്ട് ഉറുമ്പ് കടിക്കുന്നു എന്നുള്ള പരാതിയാണ് ഞാനടക്കമുള്ള ആൾക്കാർ പറയണത്, വേറെ ആരുമല്ല. അപ്പോൾ കുഞ്ഞുമോഷ് പറഞ്ഞോണം തന്നെ നമ്മൾ ഇതുവരെ വനങ്ങൾ നഷ്ടപ്പെട്ട കാര്യം പറയുന്നു അല്ലാതെ
മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചതിനെക്കുറിച്ച് നമുക്ക് വേവലാതിയില്ല. മനുഷ്യനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മൃഗങ്ങളെ കൊന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതെന്താ മനസ്സിലാക്കത്? ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ്റെ കാര്യം പറഞ്ഞു, ശരിയാണ്. പണ്ട് ഞങ്ങളൊക്കെ സർവീസിൽ വരുന്ന സമയത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു കർഷകന് നമ്മൾ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മൾ മാറ്റിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും മാറ്റണം. 10 ലക്ഷം പോരാ. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ 10 ലക്ഷം കൊടുക്കുന്നത് കേരളം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വേറെ കുറേ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതും പോരാ, സത്യമാണത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോമ്പൻസേഷൻ കൂട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഈ കാര്യത്തിൽ നമുക്കൊരിക്കലും വികാരം കൊണ്ട് ഇത് തീർക്കാനൊന്നും പറ്റില്ല. നമുക്കിത് വികാരമായിട്ടല്ല വേണ്ടത്. നമ്മൾ അല്ലാത്ത രീതിയിൽ എല്ലാവരും കൂട്ടായ്മയോടെ പരിശോധിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരു കാലത്ത് വനം വകുപ്പ് മാത്രമായിരുന്നു ഇതിന് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവർക്കും അധികാരം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പന്നിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ സെക്രട്ടറിമാരെ ഓണററി വാർഡനാക്കി വെച്ചിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുത്തിരിക്കുന്ന അധികാരമാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമായ രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരാജയമാണ്. അത് വനവകുപ്പിൻ്റെ പരാജയമല്ല, മറിച്ച് അത് അവരെടുക്കണം. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതിനെ ഒരു ലഘൂകരണം എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ശരിയാണ്, ഒരു കർഷകൻ്റെ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇതിൽ അധികം വികാരം കൊള്ളും. അതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അത്തരം വികാരത്തിന് എതിരല്ല, മറിച്ച് നമ്മുടെ പരിധികളും നമ്മുടെ ഇതോടെയും നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ അയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും, അയാളുടെ പരിധി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ആ കാര്യത്തിലേക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റണം. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോഴും നമ്മുടെ ഒരു 5-6 കത്ത് സെൻട്രൽ കിടക്കുന്നുണ്ട്. അത് മാറ്റേണ്ടതല്ലേ? നമുക്കത് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഒരു സംശയം വേണ്ട, ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. ഒരിക്കലും ഒരു കാടിനെ നമുക്കിങ്ങനെ അടച്ച് ഒരു ഐലൻഡാക്കി മാറ്റാനും പറ്റില്ല. വേലി കെട്ടിക്കൊണ്ടോ കിടങ്ങു കുഴിച്ചുകൊണ്ടോ മതിലുകൊണ്ടോ ഒരിക്കലും കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ഒരു മതിൽ എവിടെ വന്നോ അത് ശാശ്വതമായ പരിഹാരമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഹ്രസ്വകാലത്തേക്ക് നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കാലാകാലത്ത് പല അബദ്ധങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടു എറേസ് ഹ്യൂമൻ എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഈവൻ ഗ്രാസ് ലാൻഡ് അഫോറസ്റ്റേഷൻ സ്കീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ അത് പിന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും ഗ്രാസ് ലാൻഡിനെ നമ്മൾ അഫോറസ്റ്റ് ചെയ്യാനാണ് നോക്കിയത്, അഫോറസ്റ്റേഷന് വേണ്ടിയാണ് നോക്കിയത്. അതിലുള്ള അതിലോട്ട് ഞാനിപ്പോൾ ഇതിൽ പോകുന്നില്ല ഡീറ്റെയിൽസിലോട്ട്. പക്ഷേ പിന്നെയാണ് ഗ്രാസ് ലാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയത്. അതുമാതിരി തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത, നമ്മൾ തന്നെ അവന്യൂ പ്ലാന്റ്സിനും ഷെയ്ഡ് പ്ലാന്റ്സായിട്ട് ട്രീസുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല സാധനങ്ങളും ഇവിടെ കൈവിട്ട് പോയത് ഒരു ചരിത്രമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബയോളജിക്കൽ കൺട്രോൾ പ്രോബ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യത്ത് ഇല്ലായിരുന്നു എന്നതിൻ്റെ ഒരു സംഭവമാണ് അതിൽ പറ്റിയത്. പക്ഷേ ഈവൻ ദെൻ ഇപ്പോൾ ഈ ഇക്കോ റെസ്റ്റോറേഷൻ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞേഷ് സാർ പറഞ്ഞ മാതിരി ഇപ്പോൾ പല പ്ലാന്റേഷൻസ്, പ്രത്യേകിച്ച് മോണോകൾച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മൾ നാച്ചുറൽ ഫോറസ്റ്റായിട്ട് മാറ്റുന്നതിനുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ കുറേ പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്ന്. പിന്നെ രണ്ടാമത്, സാർ ചോദിച്ചു, ശ്രീ സണ്ണി സാർ ചോദിച്ചു, ഈ ആനത്താര കോറിഡോഴ്സ് ഉണ്ടാക്കി, അപ്പോൾ ആനത്താരയായി. പക്ഷേ ഇതുമാതിരി ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അതിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഈ ഈ നവകിരണം എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ആക്ച്വലി ഫോറസ്റ്റ് എൻക്ലോഷേഴ്സിൽ വലയിത പ്രദേശം എന്ന് മലയാളം, കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള നോൺ ട്രൈബ്സിന് നമ്മൾ അവർ അർഹിക്കുന്ന പൈസ കൊടുത്തിട്ട് മാറ്റുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ ട്രൈബ്സിനെ മൊത്തം കാടിനകത്ത് നിന്ന് മാറ്റിയിട്ട് കാട് സംരക്ഷിക്കുന്നത് ഫീസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോൺ ട്രൈബ്സിന് പൈസ കൊടുത്തിട്ട് അവരെ ഈ നാട്ടിലോട്ട്, കാരണം വെച്ചാൽ ഈ നോൺ ട്രൈബ്സ് പല ആവശ്യങ്ങൾക്ക്, കൃഷിക്ക് വേണ്ടിയൊക്കെ പണ്ട്
അവിടെ താമസം തുടങ്ങിയതാവാം. അപ്പോൾ പക്ഷേ അവർക്ക് എന്താ പറ്റുന്നത്? അവർ നിരന്തരമായിട്ടുള്ള ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് ഇരയാകുന്നുണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസിന് ഇരയാകുന്നുണ്ട്, ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽസോ സ്കൂൾസോ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെയുള്ള വിലയുടെ മാർക്കറ്റ് റേറ്റിലും എത്രയെങ്കിലും പൈസ കൂടുതൽ കൊടുത്തിട്ടാണ് അവരെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നത്. അത് സക്സസ്ഫുള്ളായിട്ട് നടന്നു വരുന്ന ഒരു സ്കീമാണ്. അത് ഇദ്ദേഹം മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഈ എന്താണ് മണി ഒരു 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 കൺസ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടറാണ്. ഇപ്പോൾ ഏതൊക്കെ സ്കീം വന്നാലും, ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ആനത്താര അല്ലെങ്കിൽ ആനക്കിടങ്ങ് പണിത് വന്നിട്ട് പൈസ ഫണ്ട് തീർന്നു പോയി, അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പല സ്കീംസിലും ഇപ്പം നമ്മൾ പ്രോജക്റ്റ് ലിഫൻഡിൽ സ്കീം ഇതെടുക്കും, അടുത്ത വർഷം പ്രോജക്റ്റ് ലിഫൻഡിൽ പൈസ കാണത്തില്ല. അപ്പോൾ അതിൻ്റെ സത്യമാണത് പലപ്പോഴും. അല്ലെങ്കിൽ മിക്കവാറും ഇങ്ങനെയുള്ള സ്കീം ആനക്കിടങ്ങ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ IDW വെച്ച് അല്ലെങ്കിൽ സെൻട്രൽ ഫണ്ടിലാണ് ചെയ്യുന്നത്. പലപ്പോഴും ആ ഫണ്ടുകൾ മാറി മാറി വരുമ്പോൾ അല്ലെങ്കിൽ സമയത്ത് കിട്ടാത്തതും ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താണ് പിന്നെ ഇവിടെ നമ്മുടെ ആൾജി പറഞ്ഞ മാതിരി ഈ കൊച്ചു കൊച്ചു കർഷകരെ ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല അവരുടെ പറമ്പ് കാട് കയറി കടന്നു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ പൈസ കൊടുക്കേണ്ടി വരും എന്ന് ഉദ്ദേശിക്കുന്നത്. വൻകിട അദ്ദേഹം പറഞ്ഞ മാതിരി വൻകിട കർഷകർക്കാണ് ലേബറിൻ്റെ ഇല്ല, അല്ലെങ്കിൽ ശമ്പളം കൂടുതലാണ്, അല്ലെങ്കിൽ പണിക്കാരില്ല എന്ന് പറഞ്ഞിട്ട് അവർ തോട്ടം ഉപേക്ഷിക്കുന്നത് വൻകിട കർഷകരാണ്. അവരെ തന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പിന്നെ ഈ വന്യജീവികളുടെ കാര്യം ഇപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫർദർ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ സഞ്ജയനോട്. കുഞ്ഞികൃഷ്ണ സാറും അനിസാറും ഒക്കെ തന്നെ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു പ്രധാനമായി വരുന്നത് കേരളത്തിലെ ഏതാണ്ട് 75ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു 173ഓളം പഞ്ചായത്തുകളാണ് വന്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ളതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 30ഓളം പഞ്ചായത്തുകളാണ് ഹോട്ട്സ്പോട്ടുകളായി നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നാണ് ഈ അമ്പൂരി എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന ആളും കൂടെയാണ്. അപ്പോൾ അവിടെ ഈ കാട്ടുപന്നികളും കുരങ്ങുമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്, കൃഷിക്ക് നഷ്ടം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ഇവിടെ സൂചിപ്പിച്ചില്ല ഓർഡർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പവർ കൊടുത്തിട്ടുള്ള ആ പഞ്ചായത്തിൽ വളരെ പരിമിതമായി 4ഓ 5ഓ എണ്ണം കാട്ടുപന്നികൾ മാത്രമേ അവിടെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ഈ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ആ പ്രവൃത്തികളെ ജനോപകാരപ്രദമായി നടപ്പാക്കാനുള്ളൊരു ശ്രമം കൂടെ നടത്തേണ്ടതുണ്ട്. പിന്നെ ഈ കുരങ്ങുകളെന്ന് പറയുന്നത് പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിലൊരു പരിമിതിയുണ്ട്. നമ്മൾ ഈ കൂട് വെച്ച് ഒരു കുരങ്ങ് വന്ന് അതിൽ വീഴും, അടുത്ത് പിന്നെ അതെല്ലാ കുരങ്ങുകളും അങ്ങ് പോകും. അതിൻ്റെ മനുഷ്യൻ്റേതായ ഒരു സ്വഭാവ രീതി, ആ ബുദ്ധിയും ഒക്കെ ഉള്ള ജീവിയാണ് കുരങ്ങ്. പിന്നെ ഈ വനത്തിനകത്ത് തന്നെ ഇപ്പോൾ സാറ് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡനായി പ്രവർത്തിക്കുന്ന സമയത്ത് സാറിൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ്. നമ്മൾ നെയ്യാർ വന്യജീവി സങ്കേതത്തിനകത്ത് ധാരാളം പുൽമേടുകളെ കൺട്രോൾ ബേണിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഈ വനത്തിനകത്തുള്ള കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള മാൻ, മ്ലാവ് തുടങ്ങിയ സസ്യഭുക്കുകളായ ജീവികൾക്ക് ഭക്ഷണം ലഭ്യമാകുന്നതിനുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 1500ഓളം കുളങ്ങൾ, കാട്ടിനകത്തുള്ള കുളങ്ങൾ കേരളത്തിലാകമാനം നവീകരിച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ 520ഓളം വയലുകൾ, അതിൻ്റെ വയലുകളെന്ന് പറഞ്ഞാൽ ചതുപ്പ് ഭാഗങ്ങളാണ്, കൂടുതൽ ഭക്ഷ്യയോഗ്യമായ പുല്ല് ഇതൊക്കെ തന്നെ ലഭ്യമാകുന്ന സ്ഥലങ്ങളാണ്, അത് നവീകരിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ജലസ്രോതസ്സുകൾ ഏതാണ്ട് 500ഓളം വരുന്ന മറ്റു ജലസ്രോതസ്സുകളൊക്കെ തന്നെ മണ്ണ് മാറ്റിയും ഒക്കെ തന്നെ നവീകരിച്ച് കൂടുതൽ ജീവികളെ വനത്തിനകത്ത് തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് വനം വകുപ്പ് കഴിഞ്ഞ ഒരു വർഷക്കാലം. കാരണം ഈ പുതിയ പോളിസി വന്നതിന് ശേഷമാണ് ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് 16,000 കിലോമീറ്ററോളം വരുന്ന വനാതിർത്തി സംരക്ഷിക്കുന്നതിനുണ്ട്. 5,600ഓളം വരുന്ന ജീവനക്കാരാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, സംരക്ഷണ ഭാഗം ജീവനക്കാരുള്ളത്, ഫീൽഡിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് തന്നെ ധാരാളമായിട്ടുണ്ട്, നമ്മുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. പിന്നെ ഈ ഹോട്ട്സ്പോട്ടുകളായി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളിൽ അങ്ങനെ ഈ ജനങ്ങളുമായി സഹവസിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 28 RRTകൾ പ്രവർത്തിക്കുന്നു. ആ RRTകളിൽ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതൊക്കെ വരുന്നതോടുകൂടി കുറച്ചുകൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വനംവകുപ്പിന് കഴിയും എന്നുള്ളതാണ് വിശ്വാസം. ആ തരത്തിൽ ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. ഇപ്പോൾ പോളിസികളിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കൃഷിനാശം, ആ കൃഷിനാശത്തിൻ്റെ നിരക്ക്, ആ
നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്കുള്ള നിരക്കുകളിൽ കാലാനുസൃതമായ വർധനവ് വരുത്തേണ്ടത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിച്ച് നടപ്പാക്കണം. അതിനുള്ള പ്രവൃത്തികളൊക്കെ തന്നെ മറ്റു സഭകളും കാര്യങ്ങളുമായിട്ട് ജനകീയ സമിതികളും ഒക്കെ തന്നെ ആ ഒരു പ്രവർത്തനങ്ങളും കൂടെ നടത്തിക്കൊണ്ട് നമ്മൾ വനത്തെയും സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ അഭിപ്രായം. അതിനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് എല്ലാവരിൽ നിന്നും ഉണ്ടാകാം. ഈ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി കൂടെ അറിയിക്കുകയാണ്. ഇപ്പം കേട്ടിടത്തോളം എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാമെന്ന് പറയുന്നുണ്ട്, അത് നടന്നു വരണം. പിന്നെ ഇത് ഇപ്പം നേരത്തെ പറയുന്നതായിട്ട് ഇതിനൊന്നും വെടിവെച്ച് വന്നങ്ങ് തീർക്കാമെന്ന് ഒന്നിനും നടക്കുകയൊന്നുമില്ല. അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും തെറ്റാണ്. ഇപ്പം നമ്മളിവിടെ കൊതു സംവരണം എന്ന അസുഖങ്ങളെന്ന് പറഞ്ഞ് നമ്മളെന്താ കൊതുവിനെ ഒന്നും ചെയ്യാതിരുന്ന, കൊതുവിനെ ചെയ്യാനുള്ള എല്ലാം ചെയ്തില്ല, എന്നിട്ട് കൊതു തീർന്ന. അപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വെടിവെച്ച് വന്ന് എല്ലാത്തിനെയും ഒഴിവാക്കാമെന്നൊക്കെ വിചാരിക്കുകയേ വേണ്ട. അതിപ്പോൾ ഇവിടെ പറയുന്ന കേട്ടാൽ അത് എനിക്ക് തോന്നുന്നു വെടിവെച്ച് കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകുന്നു. ഒരിക്കലും ഇല്ല. കർഷകരെല്ലാം നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല പൈസയും ഉണ്ടെങ്കിലേ കൃഷിക്കാരാവത്തുള്ളേ. അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നിനെയും വെടിവെച്ച് കൊല്ലാനോ ഒന്നിനെയും തീർത്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ആ സ്ഥിതിയും മാറ്റിയിട്ട് ചിന്തിക്കുക. തീർച്ചയായിട്ടും അല്ലെ, നമ്മളും ഈ ഒരു ചർച്ച മുന്നോട്ട് വെക്കുന്നത് കൃഷിയുടെ ഒരു നിലനിൽപ്പ്, കർഷകരുടെ ഒരു നിലനിൽപ്പ് എന്നുള്ളൊരു ആശയത്തിൽ ഒന്നിൽ തന്നെയായിരുന്നു. ഒപ്പം വനം വകുപ്പ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ നടത്തുന്നുണ്ട്. അത് പലതും പലതരത്തിലുള്ള മാറ്റങ്ങളും, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 10-20 വർഷത്തിനുള്ളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും കണ്ടേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഒപ്പം ഇവിടെ ഉയർന്നു വന്ന പല ഗ്യാപ്പുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഉയർന്നു വന്നു. അതൊക്കെ ഒരു നയസമീപനത്തിൽ അത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. കേരളീയവും ഇത്തരം ചർച്ചകൾ പല ജില്ലകളിലും തുടരുന്നതായിരിക്കും. എന്തായാലും ഇത്തരം ഒരു ഫോറത്തിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് കർഷകരും വനം വകുപ്പും രണ്ട് തട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പലപ്പോഴും അങ്ങനത്തെ ഒരു സംവാദം സാധ്യമാകാത്ത ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ചർച്ച ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തത്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.